ചൈന അതിർത്തിക്കടുത്തുള്ള തന്ത്രപ്രധാനമായ പ്രവേശനം ലക്ഷ്യമാക്കി ഭൂട്ടാനിൽ ഇന്ത്യ റോഡ് നിർമ്മിക്കുന്നു. പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ചൈനയ്ക്കിട്ടൊരു പണി നൽകുകയാണ് ഇന്ത്യ. മൊബിലിറ്റിയും സൈനിക നീക്കവും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയാണ്. 2017 ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായ ഡോക്ലാമിന് സമീപം ഭൂട്ടാനിൽ ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഡോക്ലാമിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ അകലെയുള്ള ഭൂട്ടാനിലെ ഹാ താഴ്വരയുമായി റോഡ് ബന്ധിപ്പിക്കുന്നു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏകദേശം 254 കോടി രൂപ ചിലവിൽ ഈ റോഡ് നിർമ്മിച്ചു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ടോബ്ഗെ ഷെറിംഗ് വെള്ളിയാഴ്ച റോഡ് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാനിലെ തദ്ദേശീയരെ സഹായിക്കുന്നതിനും ആവശ്യമെങ്കിൽ സുരക്ഷാ സേനയുടെ ചലനം മെച്ചപ്പെടുത്തുന്നതിനും ഈ റോഡ് സഹായിക്കും. ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ ചുംബി താഴ്വരയിലേക്കാണ് ഈ റോഡ് നയിക്കുന്നത്. ചുംബി താഴ്വരയിൽ ചൈനീസ് സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ഭൂട്ടാൻ സൈന്യത്തെ ചുംബി താഴ്വരയ്ക്ക് സമീപമുള്ള അതിർത്തിയിലെത്താൻ ഈ റോഡ് സഹായിക്കും. സാധനങ്ങളുടെ നീക്കത്തിനും ഇത് സഹായിക്കും. ഭൂട്ടാൻ ഇപ്പോൾ റോഡ് ഉപയോഗിക്കുമെങ്കിലും ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യക്കും ഇത് പ്രയോജനപ്പെടും. ഇന്ത്യ ഭൂട്ടാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നാണ് ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നത്. ചൈനയിൽ നിന്നുള്ള വെല്ലുവിളികളും നേരിടുന്നു. ഇക്കാരണത്താൽ ഭൂട്ടാനുമായുള്ള പങ്കാളിത്തത്തെ ഇന്ത്യ പ്രധാനമായി കാണുന്നു. 2017 ചൈന ഡോക്ലാമിനെ ജാംഫേരി റിഡ്ജിലേക്ക് റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചു. ഓപ്പറേഷൻ ജൂനിപ്പർ ആരംഭിച്ച ഇന്ത്യൻ സൈന്യം റോഡ് നിർമ്മാണം നിർത്തിവെച്ചു. ഇന്ത്യൻ സൈനികർ ഡോക്ലാമിൽ പ്രവേശിച്ച് ചൈനീസ് സൈനികരെ തടഞ്ഞു. 72 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ചൈനീസ് സൈന്യം പിൻവാങ്ങി. പിന്നീട് ചൈന ഡോക്ലാമിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഹെലിപാഡുകളും നിർമ്മിക്കുകയും പ്രദേശത്ത് സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു. ഭൂട്ടാന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഡോക്ലാം സിക്കിം, ഭൂട്ടാൻ, ടിബറ്റ് എന്നിവയുടെ സംഗമസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്തിടെ ഭൂട്ടാൻ സന്ദർശിച്ചു. ഹവാലി റോഡിനെ കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരണം ലഭിച്ചു. റോഡിൽ 5 പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് എല്ലാ കാലാവസ്ഥയിലും ചലനം അനുവദിക്കുന്നു. BROയുടെ പ്രോജക്ട് ദന്തകിന്റെ ഭാഗമാണ് ഈ റോഡ്. BRO ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രഘു ശ്രീനിവാസൻ പദ്ധതി അവലോകനം ചെയ്യുന്നതിനായി ഭൂട്ടാനിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തി. ഭൂട്ടാന്റെ വികസനത്തിൽ BROയുടെ പങ്കിനെ പ്രശംസിച്ച രാജാവ് ജിഗ്മെ ഖേസർ നാംഗേൽ വാക്ചുങ്ങിനെയും പ്രധാനമന്ത്രി ടോബ്ഗെയെയും അദ്ദേഹം കണ്ടു. ഗതാഗതം, ടൂറിസം, ലോജിസ്റ്റിക്സ് എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് 254 കോടി രൂപയുടെ നവീകരിച്ച കൺഫ്ലുവൻസ് ഹാറോഡ് ലക്ഷ്യമിടുന്നത്. 1960 മുതൽ ഭൂട്ടാനിൽ BRO പ്രവർത്തിക്കുന്നുണ്ട്. 2017 ഡോക്ലാം സംഘർഷത്തിനു ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു. ഭൂട്ടാന്റെ വികസനത്തിനും വളർച്ചയ്ക്കുമുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയും അതുല്യമായ ബന്ധവും ന്യൂഡൽഹി ആവർത്തിക്കുകയും ചെയ്തിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് അടിവരയിടുന്ന പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും ആഴത്തിലുള്ള ധാരണയുടെയും ആത്മാവ് കൂടിക്കാഴ്ച പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. രാജാവിന്റെ പ്രിയപ്പെട്ട പദ്ധതിയായ ഗലേഫു മൈൻഡ്ഫുൾനെസ് സിറ്റി പദ്ധതിക്കും ഇന്ത്യ പിന്തുണ അറിയിച്ചു. മറ്റു ചർച്ചകൾ ശുദ്ധമായ ഊർജ്ജത്തിലും ജലവൈദ്യുതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഭൂട്ടാനെ സമ്മർദ്ദത്തിലാക്കാൻ തർക്ക അതിർത്തിക്കപ്പുറത്തുള്ള ഗ്രാമങ്ങളുടെ നിർമ്മാണം ബീജിംഗ് ഉപയോഗിക്കുന്നു. ഈ ഗ്രാമങ്ങൾ വലിപ്പത്തിലും എണ്ണത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകളുണ്ട്. അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ മാറ്റുന്നതിനും പ്രാദേശിക തർക്കങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള മൊത്തത്തിലുള്ള വിവരണങ്ങൾ മാറ്റുന്നതിനുമുള്ള ഒരു വലിയ ചൈനീസ് പദ്ധതിയുടെ ഭാഗമാണിത്. പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഭൂട്ടാൻ സൈന്യം ചെറുതാണ്. ഇന്ത്യയിൽ നിന്നുള്ള പരിശീലനത്തിനും സഹായത്തിനും അവർ ആശ്രയിക്കുന്നു. 2017 ഡോക്ലാം പ്രതിസന്ധിയിൽ ഇത് വ്യക്തമായിരുന്നു. ഭൂട്ടാൻ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ചൈനയുടെ റോഡ് നിർമ്മാണം തടയുന്നതിനുമായി ഇന്ത്യൻ സൈന്യം ഇടപെടുകയും ചെയ്തിരുന്നു. ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 73 ദിവസത്തെ സംഘർഷത്തിന് കാരണമായി. നിലവിലുള്ള അതിർത്തി പ്രശ്നം ത്രികക്ഷി പ്രശ്നമായതിനാൽ ഭൂട്ടാന്റെ നയതന്ത്ര ഇടം കൂടുതൽ ചുരുങ്ങുകയും ചെയ്തിരുന്നു. കൂടാതെ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ഏതൊരു പരിഹാരത്തിനും ന്യൂഡൽഹിയുടെ ആശങ്കകൾ പരിധിയിൽ നിർത്തേണ്ടി വരും. ഇന്ത്യയുടെ പ്രധാന ഭൂട്ടാന്റെ പ്രദേശം രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ സിലിഗുരി ഇടനാഴിക്ക് അല്ലെങ്കിൽ കോഴിയുടെ കഴുത്തിന് വളരെ അടുത്താണ് ഈ പ്രദേശം. ഇന്ത്യയുമായുള്ള സൗഹൃദവും ചൈനയുടെ പരമാധികാരത്തിനെതിരായ വെല്ലുവിളിയും കൈകാര്യം ചെയ്യുന്നതിൽ ഭൂട്ടാൻ കുടുങ്ങിക്കിടക്കുകയാണ്. 2024-2029 വർഷത്തേക്ക് മോദി ഭൂട്ടാൻ സന്ദർശിച്ചപ്പോൾ 5000 കോടി രൂപയിൽ നിന്ന് 10000 കോടി രൂപയായി ഭൂട്ടാന്റെ സാമ്പത്തിക സഹായം ഇരട്ടിയാക്കിയത് ചൈനീസ് സമ്മർദ്ദം ലഘൂകരിക്കാനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1984 മുതൽ തിംഫുവും ബീജിംഗും തമ്മിലുള്ള അതിർത്തി ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഇന്ത്യയാണ് തടസ്സമെന്ന് ചൈനക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.